إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഉസീക്കും ബിയ്യായതക്കുവല്ലാ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ഒരു വീട് നിർമ്മിക്കുവാൻ, അതിൽ താമസമാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്ര തന്നെ കഷ്ടപ്പെടാനും പലതും സഹായിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവാറുണ്ട്. എത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ഈ ലോകത്ത് നാം ഉണ്ടാക്കുന്ന എത്ര വലിയ ആഡംബര ഭവനങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്. അത് വിട്ടേച്ചു കൊണ്ട് പോവേണ്ട ഒരവസ്ഥ എല്ലാവർക്കും ഇതെയും വന്നെത്തും, അഥവാ മരണം വന്നെത്തും. അതല്ലെങ്കിൽ വല്ല പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാൽ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതകൾ ഉള്ളതാണ്.
എന്നാൽ ഒരിക്കലും നശിക്കാത്ത വീട് ഉണ്ടാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കാറുണ്ടോ എന്നതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം നിങ്ങളോട് ഖുതുബയിൽ. ഭൂമിയിൽ വീടുണ്ടാക്കാനുള്ള അത്രയും ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ സ്വർഗത്തിലൊരു വീടുണ്ടാക്കാൻ, ഒരിക്കലും നശിക്കാത്ത വീടുണ്ടാക്കുവാൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ഒരു വീടുണ്ടാക്കാൻ ഒരു പ്രയാസമില്ല, അഥവാ സ്വർഗത്തിൽ വീടുണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. എന്നാൽ നശിച്ചു പോകുന്ന വീടിനാവട്ടെ എത്രയോ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടവും കള്ളിയുമെല്ലാം ആയിക്കൊണ്ട് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക. നല്ല പ്രയാസം അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഒരു വീടുണ്ടാക്കി തീർക്കുക. സ്വർഗത്തിൽ ഭവനം ലഭിക്കാൻ വേണ്ടി ഇഹലോകത്ത് എന്തും ത്യജിക്കാൻ സന്നദ്ധമായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതിൽ പ്രധാനിയായിട്ടുള്ള ആളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഉണർത്തി തരുന്നുണ്ട്. ഫിർഔനിന്റെ പത്നിയായ ആസിയ ബിൻത് മുസാഹിമാണത്. എന്ത് സഹിച്ചാലും സ്വർഗത്തിലൊരു വീട് കിട്ടണം എന്നതായിരുന്നു ആ മഹദിയുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നത് കാണാം. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വിശ്വാസികൾക്ക് അള്ളാഹു ഫിർഔനിന്റെ ഭാര്യയെ ഒരു ഉദാഹരണമാക്കിയിരിക്കുന്നു എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ഫിർഔനിന്റെ ഭാര്യയെ ഒരു ഉദാഹരണമാക്കിയിരിക്കുന്നു. അവൾ പറഞ്ഞ സന്ദർഭമുണ്ട്, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിലൊരു ഭവനം നീ നിർമ്മിച്ചു തരണേ. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവൃത്തികളിൽ നിന്നൊക്കെ എന്നെ നീ സംരക്ഷിക്കണമേ, രക്ഷിക്കണമേ. അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയാണ് എന്ത് ചെയ്യുന്നത്? അവർ നിർവഹിക്കപ്പെടുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും അക്രമിയായിരുന്ന ഈജിപ്തിലെ രാജാവാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എക്കാലത്തേക്കുമുള്ള വലിയൊരു മാതൃകയായിട്ടാണ് അള്ളാഹു അവരെ ഈ വചനത്തിലൂടെ നമുക്ക് ഇന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട കാര്യം എന്താണ്? വിശ്വാസം നിലനിർത്താൻ വേണ്ടി പൊരുതിയ സ്ത്രീയാണ്. അവരാവശ്യപ്പെട്ട കാര്യം എന്താ? ഒരിക്കലും നശിക്കപ്പെടാത്തൊരു വീട് എനിക്കെന്ത് വേണം? സ്വർഗത്തിൽ വേണമെന്നുള്ളതാണ് റബ്ബിനോട് ആവശ്യപ്പെട്ടത്. ദുനിയാവിൽ അതെന്താവട്ടെ, രാജകീയമായ കൊട്ടാരത്തിൽ സുഖിച്ച് കഴിയുവാനുള്ള ശേഷി ഉണ്ടായിട്ടും അതൊന്നും വേണ്ടാന്ന് വെച്ച് എൻ്റെ റബ്ബിൻ്റെ വിശ്വാസമാണ് എനിക്ക് വലുത് എന്ന് കരുതിക്കൊണ്ട് ജീവിച്ച മഹദിയായ ആസിയ, അവരുടെ ആഗ്രഹം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വർഗത്തിലുള്ള ഒരിക്കലും നശിക്കാത്ത വീട്. എന്നാൽ ഇത്രയും ത്യാഗങ്ങളില്ലാതെ തന്നെ സ്വർഗത്തിൽ വീട് നിർമ്മിക്കാൻ കഴിയും എന്നതാണ് നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അവരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചിട്ടാണ് ആ സ്വർഗത്തിലെ വീട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് നമുക്കോ അത്രത്തോളം സഹനങ്ങൾ ആവശ്യമില്ല എന്നുള്ളൊരു അനുഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ശ്രദ്ധയും കുറഞ്ഞ നേരത്തെ പ്രവർത്തനവും കൊണ്ട് തന്നെ അത് നേടിയെടുക്കുവാൻ സാധ്യമാകുമെന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി നാം ശ്രമിക്കണം. സ്വർഗത്തിൽ ഭവനം നേടാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് തഖ്വ നിലനിർത്തുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ എത്തിക്കുന്ന പ്രവർത്തനമാണ് തഖ്വ എന്നുള്ളത്, അഥവാ സൂക്ഷ്മത, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. എൻ്റെ റബ്ബും എൻ്റെ റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാനില്ല എന്നുള്ള തീരുമാനത്തിൽ
ജീവിക്കുക എന്നുള്ളത്. അതാണ് തഖ്വ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. വേറുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ ഈമാനെ കളഞ്ഞു മുടിക്കുകയില്ല എന്നുള്ള തീരുമാനം നമുക്ക് ഉണ്ടാവണം. ആ ഒരു ശക്തമായ തീരുമാനം എടുത്താൽ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഭവനം ഒരുക്കുന്നുണ്ട്. തഖ്വ പാലിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഉന്നതമായിട്ടുള്ള ഭവനം ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം, ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഉറഫും മിൻ ഫൗഖിഹാ ഉറഫുൻ മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഅദല്ലാഹ് ലാ യുഖ്ലിഫുൽ മീആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിലെ ഈ വചനത്തിൽ പറയുന്നത് എന്താ? എന്നാൽ തങ്ങളുടെ രക്ഷിതാവിനെ ഭയഭക്തിയോടെ ജീവിച്ചവരാരാണോ അവർക്കാണ് നിലകളുള്ള മാളികകളുള്ളത്. അതിന് തട്ടായിട്ടുള്ള ഇതുണ്ടാവുന്ന, അതിൻ്റെ മേലെ തന്നെ തട്ടുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല അവയുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നതായിരിക്കും. എന്നിട്ട് എന്താ പറഞ്ഞത്? അത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണത്. തഖ്വയോട് ജീവിക്കുന്ന ആളുകൾക്ക് നിലകളുള്ള മാളികകൾ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുന്ന, ഒരിക്കലും നശിക്കാത്ത മാളിക നമുക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യില്ല, ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ക്ഷമ കൈകൊള്ളുന്ന ആളുകളായി തീരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഇതുപോലെ നശിക്കപ്പെടാത്ത മാളിക നമുക്ക് ലഭിക്കാൻ, വീടുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ക്ഷമ എന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു സൽക്കർമ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏത് ഘട്ടത്തിലും ക്ഷമ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നമ്മളോട് കൽപ്പിക്കുന്നത്. സൂറത്തുൽ ഫുർഖാനിൽ പരമകാരുണികന്റെ യഥാർത്ഥ അടിമകളുടെ ഗുണവിശേഷങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവസാനമായി അവർക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മളോട് പറയുന്ന കാര്യമാണ്, അവർക്ക് സ്വർഗത്തിലുള്ള ഭവനത്തെക്കുറിച്ച് ആർക്ക്? ക്ഷമ കൈകൊള്ളുന്ന ആളുകൾക്ക്. അങ്ങനെയുള്ള ആളുകൾ തങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഫലമായി സ്വർഗത്തിൽ ഉന്നതമായിട്ടുള്ള സൗധങ്ങൾ അഥവാ കൊട്ടാരങ്ങൾ പ്രതിഫലമായി നാം നൽകപ്പെടുന്നതാണ്. കൊട്ടാരം അവിടെ നൽകപ്പെടുമെന്നാണ്. അഭിവാദ്യത്തോടും സമാധാനത്തോടും കൂടിയിട്ട് അവരവിടെ സ്വീകരിക്കപ്പെടുന്നൊരവസ്ഥ അവർക്കുണ്ടാകും. എന്തിൻ്റെ പേരിൽ? ക്ഷമ കൈവരിച്ചതിൻ്റെ പേരിൽ എന്നാണ്. അപ്പം ക്ഷമ കൈകൊണ്ട് കഴിഞ്ഞാൽ പരമകാരുണികന്റെ അടുത്ത് നമുക്ക് നാളെ ഒരിക്കലും നശിക്കപ്പെടാത്ത ഭവനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വീടൊരുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല സംസാരം നിർവഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഭക്ഷിപ്പിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന ആളുകൾ, 4-മത്തത് രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തുടർത്തേണ്ട 4 ഗുണങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചും ഒരൊറ്റ ഹദീസിലൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി നൽകുകയാണ്. ഇന്ന ഫിൽ ജന്നതി ഉറുഫുൻ തറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ. സ്വർഗത്തിലൊരു മുറിയുണ്ട് എന്നാണ്. ആ മുറിക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ മുറിയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് എന്താണെന്നോ, അതിൻ്റെ അകത്ത് നിന്ന് പുറം ഭാഗത്തും അതേപോലെ തന്നെ പുറത്തു നിന്ന് അകംഭാഗവും കാണുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വീടാണത്.
അപ്പൊ ഇരുഭാഗത്തു നിന്ന് ദൃശ്യമാകുന്ന സ്ഫടിക സമാനമായിട്ടുള്ള ഗേഹങ്ങളായിരിക്കും അവർക്ക് നൽകുന്ന. അത് കേട്ടുടനെ അറാബിയായിട്ടുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, ഫഖാമ അറാബിയുൻ ഫഖാല ലിമൻ ഹിയ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ അത് ആർക്കാണ് ലഭിക്കപ്പെടുന്നത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കുന്നവനാണത്. ഒരാളെ പറയാണ് റസൂലുള്ളാഹ്, സംസാരം നന്നാക്കി തീർക്കുന്ന ആളുകളാണെന്ന്. നല്ലത് മാത്രം പറയുന്ന ആളുകൾ, നല്ലത് മാത്രം പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന ആളുകൾ, ഭക്ഷണം ധർമ്മമായി നൽകപ്പെടുന്ന ആളുകൾ. മൂന്നാമത്തെ കാര്യം അവർ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുമായിരിക്കും, വ്രതമനുഷ്ഠിക്കുന്ന ആളുകളായിരിക്കും. ഫർദ് നോമ്പുകൾ മാത്രമല്ല, സുന്നത്തായിട്ടും നോമ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നോമ്പുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. മാത്രമല്ല നാലാമതായിക്കൊണ്ട് പറയുന്നത് ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾ, അഥവാ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ. ഈ 4 കൂട്ടർക്കും എന്തുണ്ട്? സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനം നൽകുന്നുണ്ട്. എങ്ങനെ? ഇവിടുന്ന് ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ അവിടേക്ക് കാണാം, അവിടുന്ന് ഇങ്ങോട്ടും പുറത്തേക്കും കാണാൻ സാധിക്കുന്ന സ്ഫടിക സമാനമായിട്ടുള്ള ഭവനം എന്ത് ചെയ്യാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 7ാമത്തെ കൂട്ടരാരാ? പള്ളികൾ നിർമ്മിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യാറുള്ള ആളുകളാണല്ലോ. അങ്ങനെയല്ല എങ്കിൽ ചെയ്യേണ്ടതുണ്ട്. ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് അള്ളാഹുവിൻ്റെ ഭവന നിർമ്മാണത്തിനുള്ളത്. മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ ആദ്യം എണ്ണിയ ദാനധർമ്മത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുക പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. പള്ളിക്കായി സമ്പത്ത് നൽകുന്നത് സ്വർഗത്തിൽ സ്വന്തമായി ഭവനം ലഭിക്കുന്ന കാര്യം കൂടിയാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ആരാണോ ഒരു പള്ളി നിർമ്മിക്കുന്നത്, അല്ലാഹു അവന് സമാനമായ ഒരു ഭവനം സ്വർഗത്തിൽ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെയുള്ള ഒരെണ്ണം സ്വർഗത്തിൽ നൽകുന്ന. ഇനിയോ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എല്ലാവർക്കും പള്ളി നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, അതെത്ര ചെറുതായതായാലും ശരി, മൻ ബന മസ്ജിദൻ ലില്ലാഹി കമഫ്ഹാദിൽ ഖത്വാത്തിൻ ഔ അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ അള്ളാഹുവിനായി ഒരു കുരുവിക്കൂടിനോളം വലിപ്പമുള്ള പള്ളി നിർമ്മിക്കുന്നത്, അള്ളാഹു അവനായി സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതെന്ന. അതിനർത്ഥം ചെറിയ ചെറിയ കൂടുകൾ ഉണ്ടാക്കി വെക്കുക എന്നല്ല. എത്ര ചെറിയ ഓഹരിയാണെങ്കിലും അത് നൽകുവാൻ നാം എന്ത് ചെയ്യണം? തയ്യാറാവണം എന്നുള്ളതാണ്. എത്ര ചെറിയ ഓഹരിയാണെങ്കിലും അത് നൽകിക്കൊണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ പള്ളി നിർമ്മാണത്തിലേക്ക് നൽകിയിട്ട് അതെന്ത് ചെയ്യണം? നിർമ്മിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? സ്വർഗത്തിലൊരു വീടൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ ഭവനത്തിനായി സമ്പത്ത് നൽകാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. 8ാമത്തെ കാര്യം എന്താണ്? റവാത്തിബ് സുന്നത്തുകൾ. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ 12 റക്അത്തുകളാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് കാണാം, മൻ സബറ അലാ 12 റക്അത്തൻ മിനസ് സുന്നത്തിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സുന്നത്തിൽപ്പെട്ട 12 റക്അത്തുകൾ പതിവാക്കിയവന് വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നവനാണ്. അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് പണിഞ്ഞു തരുന്ന എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് അത് നമ്മൾ പഠിക്കണം. ഏതൊക്കെ ഭാഗത്തുണ്ട്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച എല്ലാ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളല്ലേ നമ്മൾ. ആ 2 റക്അത്ത് നമസ്കരിച്ചാൽ, അതുപോലെ തന്നെ ളുഹറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചാൽ, ളുഹറിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ
മഗ്രിബിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ, ഇശാഇന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ, അങ്ങനെ 12 റക്അത്തുകൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കപ്പെടുന്ന. അതുപോലെ തന്നെ 3 കാര്യങ്ങളെ കുറിച്ച് ആവർത്തിച്ച് റസൂലുള്ള പറയുന്നത് കാണാം. തർക്കം ഒഴിവാക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ കളവ് പറയാതിരിക്കുന്ന വ്യക്തിയെയും സൽസ്വഭാവം നിറഞ്ഞവനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അന സഈമും ബിബൈതിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്കൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തന്റെ ഭാഗത്താണ് ശരിയെങ്കിലും പോലും അനാവശ്യ തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് കൂടി ഒരു വീട് താഴ്ഭാഗത്ത് ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ താഴ്ഭാഗത്തായിക്കൊണ്ട് അവനക്ക് എന്ത് ചെയ്യും? തൻ്റെ ഭാഗത്താണ് ശരിയെന്നാൽ കൂടി എന്നാ പറഞ്ഞത്. ഒരു തർക്കം ഏർപ്പെട്ട് നമുക്കറിയാം നമ്മളെ ഭാഗത്താണ്, എന്നാൽ നമ്മളത് എന്ത് ചെയ്തു? അത് ആ തർക്കിക്കാൻ വരുന്ന ആളുകളോട് നമ്മളത് സമ്മതിച്ചു. അവരുടെ തർക്കം സമ്മതിച്ച് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത്തരമൊരു ചെറിയ കാര്യം നിർവഹിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരിക്കലും നശിക്കാത്ത ഒരു വീടുണ്ട് എന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, വബൈതിൻ ഫീ വസതിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ. തമാശക്ക് വേണ്ടിയായാൽ പോലും കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീട് ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. അല്ലാഹുവിന്റെ റസൂൽ തരുന്ന വാക്കാ. തമാശയിലാണെങ്കിൽ എന്ത് ചെയ്യുക? കളവ് പറയാണ്ടിരിക്കുക എന്നുള്ള ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് ഒരിക്കലും നശിക്കാത്ത വീട് സ്വർഗത്തിൽ ലഭിക്കപ്പെടും. തന്റെ സ്വഭാവത്തെ നന്നാക്കുന്നവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തൊരു വീട് ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. 3-ാമത്തെ കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, സൽസ്വഭാവമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ഉയർന്ന ഭാഗത്ത്. ആലോചിച്ച് നോക്കൂ, വിവിധ ഇടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വീടുകൾ എന്ത് ചെയ്യാണ്? അത്തരം കാര്യങ്ങൾ നന്നാക്കിയ ആളുകൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് അത് നേടിയെടുക്കുവാൻ നാം ശ്രമിക്കണം. അതുപോലെ തന്നെ സഫുകൾക്കിടയിൽ വിടവ് നികത്തുന്ന ആളുകൾക്ക്, നമ്മളൊക്കെ പള്ളിയിൽ കയറി കഴിഞ്ഞ് നിസ്കരിക്കാൻ നോക്കുമ്പോൾ എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ശ്രദ്ധിച്ചാൽ കിട്ടുന്നൊരു കാര്യം ആലോചിച്ച് ഒരിക്കലും എന്ത് ചെയ്യുക? റബ്ബ് സുബ്ഹാനഹു വ തആല നശിച്ചു പോകാത്ത സ്വർഗത്തിൽ ഒരു വീട് നൽകുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് സുഫിന്റെ കാര്യത്തിൽ. ആക്കെ എന്താ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ആക്കെ. എന്തായാലും നിസ്കരിക്കാൻ നിൽക്കുകയാണ്, അപ്പൊ അതിൻ്റെ ഇടയിലുള്ള വിടവൊക്കെ ഒന്ന് നികത്തിയിട്ട് ആൾക്കാരെന്ത് ചെയ്യുക? അടുത്ത് കടുപ്പിക്കുകയാണ്. ഇതിങ്ങനെ ഒരു കാലം കണ്ട് വെക്കുമ്പോഴത്തേന് മറ്റാൾ പിന്നെ എന്ത് ചെയ്യുക? അപ്പുറത്തേക്ക് പോകുന്ന രൂപമാണുള്ളത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞത് അടുപ്പിച്ച് നിൽക്കാനാണ്, സൊഫുകൾ അടുപ്പിച്ച് നിൽക്കാനാണ് പഠിപ്പിച്ചുള്ളത്. അപ്പൊ അതിന് അങ്ങോട്ട് തട്ടി തരിച്ചിട്ട് എന്ത് ചെയ്യില്ല? പോവല്ല ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? സ്വർഗത്തിൽ നമുക്ക് ഒരു ഭവനം ലഭിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വറഫഅഹു ബിഹാ ദറജ. വിടവ് നികത്തിയവന് അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നതാണ്. റസൂലുള്ളാഹി പറയാ, വിടവ് നികത്തി അഥവാ സൊഫുകൾക്കിടയിലുള്ള വിടവ് നികത്തിക്കഴിഞ്ഞാൽ അവനൊരു സ്വർഗം കിട്ടും. ഇന്നും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം അത്. എപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് അടുത്തുള്ള ആളെന്ത് ചെയ്യുക? ഒന്നുകൂടെ അടുപ്പിച്ച് നിർത്തുക. അടുപ്പിച്ചിട്ടുണ്ട് നിർത്തുക. നിസ്കരിക്കാൻ നമ്മൾ കൈ കെട്ടി കഴിഞ്ഞാൽ ശവം ദൂരൊക്കെ എടുക്കോ പോയച്ചില്ല നമുക്ക് പ്രശ്നമില്ല. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കണ മുമ്പ് എന്ത് ചെയ്യുക? നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. ഈ ഹദീസിനെ ബലപ്പെടുത്തുന്ന തരത്തിൽ മറ്റൊരു റിവായത്തില് സൊഫുകൾക്കിടെ വിടവ് എന്ന് തന്നെ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. മൻ സദ്ദ ഫുർജതൻ ഫീ സൊഫിൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജതൻ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ സൊഫുകൾക്കിടയിൽ വിടവ് നികത്തുന്നത് അവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ്. സൊഫ് എന്ന് പറഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റിവായത്തുണ്ട്. വിടവ് നികത്തുക എന്നുള്ളത് പല അർത്ഥത്തിലേക്കും വരാം. അതുകൊണ്ട് സൊഫ് എന്നുള്ളത് തന്നെ നമുക്ക് വേറെ തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. കാലുകൾ സൊഫില് അടുത്ത് വെക്കുമ്പോൾ പലർക്കും ഒരു പ്രയാസം അനുഭവപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. ചിലരാവട്ടെ അടുപ്പിക്കുന്നതിനനുസരിച്ച് അവരുടെ കാലുകൾ എന്ത് ചെയ്യും? അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, കാല് മാറ്റിക്കൊണ്ടിരുന്ന അവസ്ഥ. അതിനാൽ ഈ വിഷയത്തിൽ നമ്മൾ
അശ്രദ്ധ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ മഹനീയമായ നേട്ടം കൈവരിക്കാൻ ഈ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 13ാമതായി കൊണ്ട് നമ്മൾ അള്ളാഹു നിർമ്മിച്ചു തരുന്ന അഥവാ ഒരിക്കലും നശിക്കാത്ത വീട്, സ്വർഗത്തിലുള്ള വീട് നിർമ്മിച്ചു തരാൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ചില ആളുകളിൽ അള്ളാഹു വരുത്തും, ചില ആളുകളിൽ നിന്ന് അള്ളാഹു അത് മാറ്റി നിർത്തും. മക്കള് മരിച്ച സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കൺകുളിർമയുള്ള കാര്യമാണ്. അവർക്കുണ്ടാകുന്ന ചെറിയ പ്രയാസം പോലും നമ്മളിൽ പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് അവർ മരണപ്പെട്ടാലോ നമ്മൾ ക്ഷമിക്കാനും അള്ളാഹുവെ സ്തുതിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ മാതൽ വലദുൽ അബ്ദി ഖാലല്ലാഹു ലിൽ മലായികതി, ഒരു അടിമയുടെ സന്താനം മരണപ്പെട്ടാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കുമെന്നാണ്. ഖബദതുഹും വലദ അബ്ദി, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ മരിപ്പിച്ചോ? അള്ളാഹ്ക്ക് അറിയാമെങ്കിലും അള്ളാഹു എന്ത് ചെയ്യും? ചോദിക്കും മലക്കുകളോട്, മലക്കുൽ മൗത്തിന്റെ ആളുകളും ആചാരികളുമായിട്ടുള്ള ആളുകളോട്. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും നഅം, അതെ. ഫയഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും ചോദിക്കുന്ന ഖബദതുഹും സമറത ഫുആദിഹി, അവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചുവോ എന്നാണ് ചോദിക്കുന്നത്. അത്ര ഇഷ്ടമാണല്ലോ നമുക്ക് മക്കള്. അതുകൊണ്ട് അല്ലാഹ് ആ ഒരു രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഫുആദിഹി, അവന്റെ കരളിന്റെ കഷ്ണമത്തിനെ പിടിച്ചിട്ടുണ്ടോ? ഫയഖൂലൂൻ, മലക്കുകൾ പറയും നഅം, അതെ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു ചോദിക്കും മാദാ ഖാല അബ്ദി, ആ സമയത്ത് എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? മലക്കുകൾ പറയും ഹമീദക വസ്തർജഅ ഫയഖൂലു അല്ലാഹ്, അവൻ നിന്നെ സ്തുതിക്കുകയും ഇസ്തിർജാ ചൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഫയഖൂലു അല്ലാഹ്, അല്ലാഹ് പറയും അവരോട് ബനു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, അവന് വേണ്ടി സ്വർഗത്തിൽ എന്ത് ചെയ്യേ? ഒരു വീട് നിങ്ങൾ നിർമ്മിക്കുക. വസമ്മുഹു ബൈത്തൽ ഹംദ്, എന്നിട്ട് ആ വീടിന് നിങ്ങൾ ഹംദ് എന്നുള്ള പേരെന്ത് ചെയ്യേ? കൊടുക്കുക എന്ന് പറയുന്നത്. നാളെ സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക്, ആ ക്ഷമിച്ച വ്യക്തികൾക്ക് ഹംദ് എന്നുള്ള വീട്ടിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യും? സാധിക്കുന്നതാണ്. സ്വർഗത്തിൽ വീട് കരസ്ഥമാക്കാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം എന്നർത്ഥം. 13ഓളം കാര്യങ്ങളാണെന്ന് നിങ്ങളെ ഞാൻ ഉണർത്തി തന്നത്. ഒരു വീടുണ്ടാക്കാൻ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, ഒരു നാട്ടിൽ ഒരു വീടുണ്ടാക്കി എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മളൊരു വീടുണ്ടാക്കുന്നത്. എന്നാലോ അത് നമുക്ക് ശാശ്വതമാണോ? അല്ല. മരണത്തോടു കൂടി അത് അവസാനിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് നശിച്ചു പോയി. പിന്നെയും അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരിക്കലും നശിക്കാത്ത വീട് നിർമ്മിക്കുവാൻ സാധിക്കുന്ന 13 കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ഉണർത്തി. എന്തിന്? ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിർമ്മിക്കാൻ സാധിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നവയാണ്. തഖ്വയോടെ നിലകൊള്ളുക എന്നുള്ള കാര്യവും, സ്വഫുകൾ വിടവുകൾ എന്തിന് ഏറ്റവും ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞത്, സ്വഫുകളൊന്ന് അടുപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ പോലും
ആ ദിവസം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കുന്നുണ്ട്. അത്രയും ചെറിയ കാര്യത്തിൽ കൂടെ ഒക്കെ നമുക്ക് ഒരിക്കലും നശിക്കാത്ത വീട് നിർമ്മിക്കുവാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൽപ്രദേശമായിട്ടുള്ള പെരുമ്പടപ്പിൽ വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആവശ്യം. അവിടെ മദ്രസ ഓൾറെഡി നടക്കുന്നുണ്ട്. പള്ളിയുടെ ഓരങ്ങളിലൊക്കെ വെച്ചിട്ടാണ് അത് നടന്നുകൊണ്ടിരുന്നത്. വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കുറേ കാലങ്ങളായി അത് എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിന് ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ അടുത്തുള്ളൊരു പ്രദേശത്തൊരു സ്ഥലം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഫണ്ട് ഏകദേശമൊക്കെ ആയി. ഇനി അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മദ്രസ നിർമ്മിക്കണം. എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതവിടെ നിർമ്മിച്ച് അതിലേക്ക് കുട്ടികളൊക്കെ വന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം അത് മുറിയാതെ എന്ത് ചെയ്യും? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും ഇനി നമ്മൾ ഇവിടുന്ന് മരിച്ചു പോയാലും അത് എത്ര കാലത്തോളം ആ നമ്മൾ സ്ഥാപിച്ച ആ ഭവനം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലത്തോളം എന്തുണ്ടായിരിക്കും? നമുക്കതിൻ്റെ പ്രതിഫലങ്ങൾ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ള നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ റബ്ബിൻ്റെ അടുക്കൽ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ എവിടുന്നാ വന്നതെന്നാ നമ്മൾക്ക് ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു വെച്ചതാണത്. ചോദിച്ച സമയത്ത് കൊടുത്തു വെച്ചതാണ്. ഒരിക്കലും സ്വതക്ക കൊണ്ട് എന്ത് ചെയ്യില്ല? അള്ളാഹു ഒരാൾക്കും നഷ്ടം വരുത്തില്ല. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫു ലഹു എന്നാണ് പറഞ്ഞത്. അള്ളാൻ്റെ സംസാരം ഒരിക്കലും വാഗ്ദാനങ്ങളൊന്നും എന്ത് ചെയ്യില്ല? ഒരിക്കലും ലംഘിക്കപ്പെടില്ല. മനുഷ്യന്മാരത് ഏത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാലും നമുക്ക് ലംഘിക്കപ്പെടുമെന്നുള്ള ഭയപ്പാടുണ്ടാവും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം അതൊരിക്കലും എന്ത് ചെയ്യില്ല? അള്ളാഹു ലംഘിക്കപ്പെടുകയില്ല. ആ ഒരു വാഗ്ദാനം ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ പുറത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ മദ്രസക്ക് വേണ്ടിയുള്ള ഒരു സമാഹരണം നടക്കുന്നുണ്ട്. പൈസ കയ്യിൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പൈസ കയ്യിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലാണ്, ഇപ്പോൾ സാധാരണ നമ്മൾ GPay ആണ് ചെയ്യാറുള്ളത്, അങ്ങനെയാണ് നിങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ അതിനുള്ള QR കോഡ് ആ ബോക്സുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് നെക്കിങ്ങാണ്ട് എന്ത് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഇത് ഇവിടെ അങ്ങനെ ചെയ്തു വെച്ച് പോയി കഴിഞ്ഞാൽ നാളെ പരലോകത്തും ഇവിടെ ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇരട്ടിപ്പിച്ച് തരും. അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹുക്ക് ഒരു കടം കൊടുക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹുവിന് ഒരു കടം കൊടുക്കുക. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നല്ല കടം കൊടുക്കുക. യുളാഇഫു ലഹു എന്ന് പറഞ്ഞത് അത് അധികരിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കൊടുക്കും. യുളാഇഫു ലഹു, അതിനെ അധികരിപ്പിച്ച് കൊടുക്കും. അധികരിപ്പിച്ച് എവിടുന്നാ കിട്ടണ്ടേ? ആ കൊടുത്ത ധർമ്മം അധികരിപ്പിച്ച് കിട്ടേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ദുനിയാവാണ്, രണ്ടാമത്തത് പരലോകമാണ്. അപ്പം ആ ദുനിയാവിലെ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ലഭിക്കാനും അതെന്താണ്? ഉപകാരപ്രദമാണെന്ന് അർത്ഥം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കഴിയുന്ന പരമാവധി ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്ന് സംഘടിച്ച് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.